அஸ்ஸலாமு அலைக்கும். இதுதான் பத்ர் யுத்தம் நடந்த பகுதி. இந்த இடத்துல தான் பத்ர் யுத்தம் நடந்திருக்கு. போர் நடந்த இடம். அதுக்குள்ள தான் பார்க்க அப்புறம் நான் പഴയ ആളുകളൊക്കെ കാണുന്ന ലൈബ്രറിയാണ് മ്യൂസിയത്തെ സംബന്ധിച്ച്. എന്താ മക്കയിലൊരു മ്യൂസിയം ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് അതിനുള്ള ഒറ്റയടിക്കൽ പെർമിഷൻ കിട്ടില്ലെന്ന് തോന്നുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കുറേ ആഗ്രഹിച്ചൊരു സംഗതി തന്നെ. കുറേ ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ പോവുകയും ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. അതിന് മക്കാരായിട്ട് കുറേ ആൾക്കാരും പോയിട്ടുണ്ട്. ഞാൻ കുറേ വർഷം അടുത്തോടെ ഞാൻ ഡിഗ്രി ഉണ്ടായിരുന്നു. ജിദ്ദയിലും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കുറേ നോക്കി. ഇവിടെ എൻ്റെ നാട്ടുകാരുണ്ടാവും. അവർക്ക് ടാക്സി വണ്ടി അവരൊക്കെ ചോദിച്ചത് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എത്തിക്കിട്ടുന്നില്ല. ഇതുണ്ട് കാണാൻ പറ്റിയ ഇതേമാതിരി പഴമ വാളുകൾ, പിന്നെ കില്ലകൾ, ചെരുപ്പ്, ഇവിടെ ലൈവിനോടെ ഉണ്ടാവുള്ളൂ. ഈ കല്ല് കൂട്ടിട്ടെടുത്താണ് കിണറുണ്ടായിരുന്നത് അല്ലേ? എന്താല്ലേ അല്ല, അടയാളത്തിന് വേണ്ടി വേറെ കല്ല് കൊണ്ടുവന്നിട്ടു. ഇതേമാതിരി അതുണ്ടാക്കിയാൽ മതി. ഇതാണ് കിണർ. ഇതാണ് പോലെ ശരീരങ്ങൾക്ക് ഘടകങ്ങളുണ്ടായിരുന്നു. എത്ര 73 പേരോ? 70 പേര്. ശത്രുപക്ഷത്തിൽ നിന്ന് 70 പേരും മുസ്ലിമീങ്ങളിൽ നിന്ന് 14 പേരും. അതിൽ 13 പേര് യുദ്ധത്തിൽ തന്നെ ഷഹീദായിട്ടുണ്ട്. ഒരാൾ പോണ വഴിയിൽ മുറിവിൻ്റെ ആഘാതം കൊണ്ട് പോണ വഴിയിലാണ്. അബൂജഹൽ, ഉത്തുബത്ത്, ഷെയ്ബത്ത്, വലീദ്, അങ്ങനെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. ഇതന്നെയാണ് സംഗതി. ഇത് അങ്ങനെ തൂർന്നു പോയതാണ്. അപ്പോൾ ഈ ആൾക്കാർ ഇപ്പോൾ പല ആൾക്കാരും ഈ പാകിസ്ഥാനികളൊക്കെ വന്നിട്ട് കല്ലെടുത്ത് എറിയണേ ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോരു ദേശം കൊണ്ട് എന്നുള്ള അങ്ങനെ എടുത്ത് എറിഞ്ഞതായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ കൂടാൻ കാരണം. അതെ അതെ. ഇതിലാണ് അടച്ചിട്ടുണ്ട്. കല്ല് വെച്ചത് അടച്ചു കഴിഞ്ഞു. ഈ പാകിസ്ഥാനിൽ അതിൻ്റെ ഉള്ളിൽ കല്ലൊക്കെ പൊട്ടിച്ചുകൊണ്ടായിട്ട് അടച്ചിട്ടുണ്ട്. ഇതിലേ നബിതങ്ങൾ മുൻപല്ല് പൊട്ടിയിട്ട് കൊണ്ടുപോയി ഇരുത്തിയൊരു ഗുഹ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ റസൂലുള്ളാഹിൻ്റെ ആ കസ്തൂരിൻ്റെ സുഗന്ധം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഞാൻ ഒരിക്കൽ ഒരു 6 വർഷം മുമ്പ് പോയപ്പോൾ ആ കസ്തൂരിൻ്റെ സുഗന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് ആ കല്ല് പാറൻ്റെ എവിടെ നിന്നാണോ സ്മെല്ലുള്ളതെന്നുണ്ടെങ്കിൽ അത് പൊട്ടിച്ചിട്ട് അവർ കൊണ്ടുപോകും. അങ്ങനെ അത് ഫുള്ള് ബ്ലോക്ക് ചെയ്തു. അത് അടച്ചു, ഗുഹനെ അടച്ചു. കാരണം ഇതിങ്ങനെ പൊട്ടിച്ചു കൊണ്ടുപോകണം. ഷിർക്ക് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്ലോസ് ചെയ്യാണ്. ഞങ്ങൾക്ക് പോവല്ലെന്നാ പാകിസ്ഥാനി